പൈസയൊക്കെ അടയ്ക്കാനുണ്ട്. അപ്പൊ അതല്ല, ഇപ്പൊ എനിക്ക് 10 ലക്ഷം 20 ലക്ഷം തരാമെന്ന് ആരും പറഞ്ഞിട്ടില്ല. കൂത്താട്ടുകുളത്തെ CPM കൗൺസിലർ കലാരാജുവിനെ കൂറുമാറ്റാൻ UDF ബാങ്ക് വായ്പ സെറ്റിൽ ചെയ്യാമെന്ന ഉറപ്പുകൊടുത്തുവെന്ന് വെളിപ്പെടുത്തുന്ന ദൃശ്യങ്ങളാണ് രാവിലെ CPM പുറത്തുവിട്ടത്. ചേച്ചിയുടെ ബാങ്കിന്റെ ഡീറ്റെയിൽസ് എല്ലാം അവര് കണ്ടെത്തി അത് സോൾവ് ചെയ്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടാ മതി, എങ്ങനെ ആ ഒരു വാക്ക് കേട്ടാ മതി. അതായത് എന്നാൽ ഇത് കത്തിമുനയിൽ നിർത്തിയെടുത്ത വീഡിയോയാണെന്നാണ് കല പറയുന്നത്. അവരെന്നെ ഭീഷണിപ്പെടുത്തി, കത്തി കാണിച്ച് ഭീഷണിപ്പെടുത്തി തന്നെ എടുത്ത വീഡിയോയാണത്. ഏരിയ സെക്രട്ടറിയോടൊപ്പം അരുൺ അശോകൻ ഉണ്ടായിരുന്നു. ഏരിയ കമ്മിറ്റി അംഗമായിട്ടുള്ള അരുൺ അശോകനാണോ കത്തി കാണിച്ചത്? വിജയ് രഘു. കല ഇപ്പോഴും പാർട്ടി അംഗമാണെന്നും അവർ നിലപാട് മാറ്റുമെന്നുമുള്ള CPM ജില്ലാ സെക്രട്ടറി CN മോഹനന്റെ വാദവും കലാരാജു തള്ളി. തുടരാൻ എനിക്ക് ആഗ്രഹമില്ല. ഞാൻ ഇതുവരെ ആരുടെ ഔദാര്യം പറ്റാതെയാണ് ജീവിച്ചത്. എനിക്ക് UDFന്റെ ഒരു ആനുകൂല്യം ഞാൻ വാങ്ങിയിട്ടില്ല. ഇതിനിടെ കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയ നഗരസഭാ ചെയർപേഴ്സന്റെ ഔദ്യോഗിക വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. രഹസ്യമൊഴിയുടെ പകർപ്പ് കിട്ടിയ ശേഷം കൂടുതൽ അറസ്റ്റുകളുമുണ്ടാകും. അതേസമയം കൂത്താട്ടുകുളം സംഘർഷത്തിൽ UDF നേതാക്കൾക്കെതിരെയും പോലീസ് നടപടി കടുപ്പിച്ചു. DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനും യൂത്ത് കോൺഗ്രസ് നേതാവ് അബിൻ വർക്കിക്കുമെതിരെ ജാമ്യമില്ലാ കേസാണ് എടുത്തിരിക്കുന്നത്. അറസ്റ്റ് ഭയന്ന പ്രാദേശിക UDF നേതാക്കൾ പലരും ഒളിവിലാണ്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.